കണ്ണൂർ എയർപോർട്ടിൽ 2 വർഷങ്ങൾക്ക് മുമ്പാണ് ഹജ്ജ് എംബാർക്കേഷൻ ആരംഭിക്കുന്നത്. അതിനു മുമ്പ് കോഴിക്കോട്, എറണാകുളത്താണ് കേരളത്തിൽ ഹജ്ജ് എംബാർക്കേഷൻ ഉണ്ടായത്. അപ്പോൾ 2023 ആദ്യമായിട്ട് കണ്ണൂർ ഈ പറയുന്ന സൗകര്യം ഒരുക്കുന്നത് ഹാജിമാർക്ക് യാത്ര പുറപ്പെടാൻ. അപ്പോൾ ആ വർഷം 2000 ശിഷ്ടം ഹാജിമാരാണ് കണ്ണൂരിൽ നിന്ന് പോയത്. അപ്പോൾ ആദ്യത്തെ ക്യാമ്പിൻ്റെ ഉദ്ഘാടന സമയത്ത് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതാണ് കണ്ണൂരിൽ ഹജ്ജ് ഹൗസ് നിർമ്മിക്കാനുള്ള സഹായം ചെയ്യാമെന്ന്. അന്നത് പത്രങ്ങളിലൊക്കെ നന്നായിട്ട് വന്ന വാർത്തയായിരുന്നു. ഇപ്പോൾ ഈ വർഷത്തെ ബജറ്റിൽ നമുക്കത് യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുകയാണ്. 5 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് ഹജ്ജ് ഹൗസ് നിർമ്മാണത്തിന് വേണ്ടിയുള്ള വിഹിതമായിട്ട് ഈ ബജറ്റിൽ ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനാവശ്യമായ സ്ഥലം അത് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ ഇവിടെ വരികയും കിൻഫ്ര എയർപോർട്ടിന് വേണ്ടി ഏറ്റെടുത്ത 1 ഏക്കർ ഭൂമി എയർപോർട്ടിൻ്റെ കോമ്പൗണ്ടിൽ തന്നെയുള്ളത് നൽകാമെന്നും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹാജിമാരെ സംബന്ധിച്ചിടത്തോളവും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളവും അതോടൊപ്പം തന്നെ ഉത്തര മലബാറിനെ സംബന്ധിച്ചിടത്തോളവും ഹജ്ജിന് യാത്ര പുറപ്പെടുന്നവർക്കുള്ള ഒരു വലിയൊരു സഹായമാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നമുക്ക് ലഭ്യമായി വരുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ പ്രസ് മീറ്റിംഗ് വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചത്. കൂടുതൽ കാര്യങ്ങൾ ചെയർമാൻ വിശദീകരിക്കും. നമ്മുടെ ഗവൺമെൻറ് ഈ ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പരിധി നിന്നുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഹജ്ജ് ഹൗസ് നിർമ്മിക്കാൻ വേണ്ടി ഗവൺമെൻറ് തീരുമാനിച്ചപ്പോഴാണ് കഴിഞ്ഞ കാലത്ത് കോഴിക്കോട് ഒരു ഹജ്ജ് ഹൗസ് ഉണ്ടായത്. കോഴിക്കോട് ഹജ്ജ് ഹൗസ് ഉണ്ടായതുകൊണ്ടുള്ള സൗകര്യം ഓരോ വർഷവും ഹജ്ജിന് പോകുന്ന തീർത്ഥാടകർക്ക് നന്നായി അനുഭവപ്പെടുന്നു. അപ്പം നമ്മൾ ഒരു ഔട്ട്ഡോർ വല്ല ടെൻറ്റോ മറ്റോ കെട്ടിയിട്ട് ഹാജിമാരെ എന്തായാലും ഒരു 24 hours അവർ ഈ തീർത്ഥാടന യാത്രക്ക് ബൈ എയർ പുറപ്പെടുന്നതിൻ്റെ മുമ്പ് അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ വീട്ടുകാരോടൊക്കെ യാത്ര പറഞ്ഞ് പിന്നെ ഒരു ജാഫർ സാഹിബ് കണ്ണൂരിൽ നിന്നുള്ള നമ്മുടെ ഹജ്ജ് കമ്മിറ്റി മെമ്പറാണ്, അദ്ദേഹം പ്രസ് റിലീസ് പ്രിൻ്റ് എടുക്കാൻ പോയതായി. നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞ് പിന്നെ ഒരു തുറസായ സ്ഥലത്തൊരു ടെൻറ്റിന് താഴെ മറ്റോ ചുരുങ്ങിയത് ഒരു 24 hours അവർക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്രയും സമയം ഒരു ടെൻറ്റിനകത്ത് സ്പെൻഡ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ താൽക്കാലികമായി തയ്യാറാക്കിയ സൗകര്യങ്ങളേ ഉണ്ടാവുള്ളൂ. ഓരോ വർഷവും ഹാജിമാർക്കത് വളരെ വലിയ ഒരു പ്രയാസമായി തന്നെ പറയാറുണ്ടെങ്കിലും ഇത്തരം തീർത്ഥാടന യാത്ര എന്ന് പറയുന്നത് കുറേ പ്രയാസം സഹിക്കേണ്ടതായതുകൊണ്ട് അവർ സഹിച്ചു പോകാറുണ്ട്. എന്നാലും കോഴിക്കോട് ഹജ്ജ് ഹൗസ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്ക് വല്ലാത്തൊരു സൗകര്യം. നേരത്തെ നമ്മൾ കപ്പലിന് പോയിരുന്ന കാലത്താണെങ്കിലും വിമാനത്തിന് പോയിരുന്ന കാലത്താണെങ്കിലും ബോംബെയിൽ വഴിയാണ് ആദ്യം പോയത്. പിന്നെ മദ്രാസ് വഴി പോകാൻ തുടങ്ങി. പക്ഷേ കോഴിക്കോട് നിന്ന് തന്നെ പോകാനുള്ള സൗകര്യം വന്നു. കോഴിക്കോട് തന്നെ ഹജ്ജ് ഹൗസും തുടങ്ങി. അതോടുകൂടി തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ സൗകര്യമാണ്. അന്ന് ഗവൺമെൻറ്റിൻ്റേതായ സഹായം ചെയ്തു. കൂട്ടത്തിൽ പ്രൈവറ്റ് ഡൊണേഷൻസ്, അതുപോലെ തന്നെ ഹാജിമാരിൽ നിന്നുള്ള സംഭാവന, ഇതൊക്കെ സ്വീകരിച്ചുകൊണ്ടാണ് കോഴിക്കോട് ഹജ്ജ് ഹൗസ് അന്ന് ആരംഭിക്കാൻ കഴിഞ്ഞത്. പിന്നെ പുതുതായി നമ്മൾ വനിതാ ബ്ലോക്ക് ഇപ്പോൾ 2 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് തീർത്ഥാടകരായ വനിതകൾക്ക് വലിയ സൗകര്യമാണ് അവിടെ ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ഇന്ത്യയുടെ മൊത്തം എല്ലാ സ്റ്റേറ്റിലും ഹജ്ജ് ഹൗസ് ഒന്ന് തന്നെ ഉള്ളൂ. എന്നാൽ ഹാജിമാർക്കുള്ള സേവനങ്ങൾ വെച്ച് ഓരോ സ്റ്റേറ്റിനെ വിലയിരുത്തുമ്പോഴാണ് മറ്റ് എല്ലാ സംസ്ഥാനങ്ങളെക്കാളും നമ്മുടെ കേരളം മികച്ച സേവനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് തന്നെ കേരളമാണ് ഏറ്റവും മുന്തിയ ബെസ്റ്റ് കൺവീനിയൻസ് കൊടുക്കുന്നത് എന്നാണ്. അപ്പോൾ നമുക്ക് അതിലേക്കൊരു പൊൻതൂവലൂടെയും കൂടിയാണ് നമ്മുടെ കേരള ഗവൺമെൻറ് പ്രത്യേകം തന്നെ ബജറ്റിൽ അലോക്കേറ്റ് ചെയ്തൊരു 5 crores ഭൂമി കിംഫ്രയിൽ നിന്ന് നമുക്ക് ഹജ്ജ് കമ്മിറ്റി ഏൽപ്പിക്കാനുള്ള നടപടികൾ നമ്മുടെ റവന്യൂ അധികൃതരും അതുപോലെ തന്നെ കലക്ടറും ഒക്കെ വേണ്ടത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇപ്പോൾ പ്രത്യേകം നിങ്ങളെ വിളിച്ചു കൂട്ടിയത് ഗവൺമെൻറ്റിനോട് ഇവിഷയകമായി നമ്മൾ സാധാരണ താങ്ക്സ് ഗിവിങ് എന്നൊക്കെ പറയാറുണ്ടല്ലോ, ഒരു ഉപകാര സ്മരണ. ശരിക്കും ഇതൊരു ഉപകാര സ്മരണയായിട്ട് തന്നെ മുന്നോട്ട് വെക്കാൻ വേണ്ടി കൂടിയാണ്. കണ്ണൂരിൽ നിന്നായതുകൊണ്ട് ആ പത്രസമ്മേളനം കണ്ണൂരിൽ തന്നെ നടത്താം എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഈ 5 കോടി എന്തായാലും അത് ഗവൺമെൻറ് തരാം എന്ന് ബജറ്റിലൂടെ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിലേക്ക് മറ്റുള്ള കോൺട്രിബ്യൂഷൻസ് ഹാജിമാരുടെ ഭാഗത്തും ഇനി പ്രൈവറ്റായിട്ട് നമ്മൾ വല്ല ഫണ്ടും റേസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാമെന്നാണ് തീരുമാനിക്കുന്നത്. 2026 ഹജ്ജ് എംബർക്കേഷന് മുമ്പായി ഇതിൻ്റെ പ്രവൃത്തികൾ പൂർത്തീകരിക്കത്തക്കവണ്ണം എത്രയും വേഗത്തിൽ എന്ന് പറഞ്ഞാൽ 1 വർഷം കൊണ്ട് തീർക്കത്തക്കവണ്ണമുള്ള വേഗത്തിൽ നടത്തണം. അല്ലെങ്കിൽ ഹജ്ജ് ക്യാമ്പ് നടത്തുകയെന്ന് പറയുമ്പോൾ മട്ടന്നൂർ പോലത്തെ ഒരു പ്രദേശത്ത് അത്രയും ആളുകൾ ഇപ്പം തന്നെ 4500 ആളുകൾ ഈ കണ്ണൂരിൽ നിന്ന് പോകുന്നുണ്ട്. ആദ്യം 2000 ചിലാണായിരുന്നു, അത് 3000 കഴിഞ്ഞ വർഷം 2024. ഇന്നിപ്പോൾ 4500 ആളെയാണ് പ്രതീക്ഷിക്കുന്നത്. കണ്ണൂരിൽ വലിയൊരു മാറ്റം വരുന്നുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, വയനാട് മാത്രമല്ല കർണാടകയിലെ മൈസൂർ മുതൽ ഇങ്ങോട്ടുള്ള കൂർഗ് വരെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് പോലും കണ്ണൂർ എയർപോർട്ടിനെ ആശ്രയിച്ച് കൊണ്ടുപോകാൻ ആളുകൾ തയ്യാറായി വരുന്നു എന്നുള്ളത് ഇതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു എന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്.